നമുക്കൊരു നല്ല ഹീലറിന് റേക്കി പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക്, അതായത് ഞാൻ ഇവിടുന്ന് ഉച്ചക്കായിരിക്കും ചെയ്യുന്നുണ്ടാകാം, ആൾക്ക് കിട്ടുന്നുണ്ടാകാം നാളെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയോ എപ്പോഴത്തേക്കാണോ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന സമയത്ത് രസകരമായ കാര്യത്തിലേക്ക് ഞാൻ വരാം. ചില ആൾക്ക് ഹീറ്റ് ആയിരിക്കും, ചില ആൾക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അത് സ്റ്റിൽ ഇപ്പോഴും ആള് ജീവനോടെ ഉണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. നമുക്ക് റേക്കി കൊടുത്തിട്ട് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ടിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പ്ലേറ്റ്ലെറ്റ്സിന്റെ മാത്രമല്ല, ഇപ്പം റേക്കി ഹീലിംഗ് കൊണ്ട് അസുഖങ്ങളൊക്കെ മാറും. നമ്മളൊരു ചാനല് മാത്രമാണ്, അവിടെ ആ ഒരു കോസ്മിക് എനർജി തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ബോധിത സ്പിരിച്വൽ അഥവാ ബോധിത എൻലൈറ്റ്മെന്റ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് ഇന്റർനാഷണൽ റേക്കി മാസ്റ്റർ ടീച്ചറായിട്ടുള്ള ശ്രീമതി ശ്രുതി സീതാരാമമാണ്. സ്വാഗതം. താങ്ക് യു. റേക്കിയെ പറ്റി ഒരുപാട് ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുള്ള ആളാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് റേക്കി ഇൻ്റർവ്യൂകളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ എനർജി വെച്ച് ഹീൽ ചെയ്യുന്ന, എനർജി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും നന്നായി ആളുകൾ സ്വീകരിക്കുന്ന ഇൻ്റർവ്യൂവറിൽ ഒരാളാണ് ആര്? ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് എന്ത് ചോദിക്കണം എന്നുള്ളത് വളരെ എന്താ പറയുക, വളരെ നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. കുറേ ചോദ്യങ്ങളൊക്കെ മറ്റുള്ള ഇൻ്റർവ്യൂവേഴ്സ് ചോദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും കുറച്ചും കൂടെ ആളുകൾക്ക് ഇപ്പോഴും റേക്കിയെ പറ്റി അറിയാം, റേക്കി എന്താണെന്ന് പലപ്പോഴായിട്ടുള്ള ആളുകൾ പലരും മനസ്സിലാക്കി വരുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. കൂടുതൽ കാര്യങ്ങൾ ആളുകൾ പഠിക്കേണ്ടിയിരിക്കുന്നു, ആളുകൾക്ക് കൂടുതൽ സംശയമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് റേക്കിയുടെ ഒരു ക്ലീശ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് നല്ല ചോദ്യങ്ങളിലേക്ക്, അതായത് നല്ല ചോദ്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അങ്ങയുടെ ഈ ഒരു റേക്കി പ്രാക്ടീസിനിടയ്ക്ക് വന്നിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ റേക്കി കൊണ്ട് ഒരു മനുഷ്യന് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുക എന്നൊന്ന് പറയാമോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഭൂമിയിൽ, അതായത് ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് ചുറ്റിലുള്ള സൗഭാഗ്യം, യാത്രകളാവാം, യാത്ര ചെയ്യാനുള്ള ഈവൻ വാഹനമാവാം, നമ്മുടെ ഭവനമാവാം, അതായത് ബേസിക് നീഡ്സ് എല്ലാം. അതിന് ഉപരിയായിട്ട് ഒരാൾ ആഗ്രഹിക്കുന്ന മറ്റ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വാഹനം, വിവാഹം, ആഭരണങ്ങള്, വസ്ത്രങ്ങൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. എന്തൊക്കെ ഒരു മനുഷ്യനൊരു സൗഭാഗ്യമായിട്ട് കാണാൻ പറ്റുമോ, ഇതെല്ലാം നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യൻ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അവനെ പാകമാക്കാൻ റേക്കി ബെസ്റ്റ് ആണെന്ന് പറയാം. അപ്പം ചില ഇത് കേൾക്കുമ്പോൾ ചിലരായിരിക്കും നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ റേക്കി വേണം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി, ഈവൻ സ്പിരിച്വലി ഒരാളെ ഉയർത്തി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമുക്ക് റേക്കിലൂടെ സാധിക്കും. അത് വെറുതെ ഒരു റേക്കി ചെയ്യുമ്പോൾ മാത്രം നമ്മളൊന്ന് ബെറ്റർ ആയി പോവാ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു സാധനയാണ്, ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതിനെ ആ രീതിയിൽ കണ്ട് കൃത്യമായിട്ട് ആ എനർജിയെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിസിക്കലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അസുഖങ്ങളൊക്കെ ക്ലിയർ ആയി പോകാൻ പറ്റും. അതുപോലെ പലരും ഇമോഷണലി ഡൗൺ ആകുന്നതുകൊണ്ട് ജീവിതത്തിൽ സ്റ്റക്കായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മെന്റലി വരുന്ന ഇഷ്യൂസ്, റിലേഷൻഷിപ്പ് വൈസിൽ വരുന്നത്, കരിയർ വൈസിൽ, എഡ്യൂക്കേഷൻ പർപ്പസ് തുടങ്ങി ഒരു മനുഷ്യനെ ഇവിടെ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ വേണോ അതൊക്കെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ റേക്കിയിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും. ഇപ്പം റേക്കി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന് അല്ലെങ്കിൽ അത് ആ ഒരു എനർജിക്ക് പ്രത്യേക മതവിഭാഗങ്ങളൊന്നുമായിട്ടും വലിയ കണക്ഷൻ ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും പറയുന്നത് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ എങ്ങനെയാണോ ഹൈന്ദവ ജനത കാണുന്നത്, അല്ലെങ്കിൽ മറ്റ് ആരാധനാലയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് വിവിധ മതങ്ങളിലെ ആരാധനാമൂർത്തികളെ എങ്ങനെയാണോ കാണുന്നത്, അത്രയും ഒരു ചൈതന്യവത്താണ് ഈ റേക്കി എനർജി എന്ന് പറയാറുണ്ട്. അതൊരു എന്താണ് സിംബലൈസ് ചെയ്ത് പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ് റേക്കിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഊർജമാണോ ഈ റേക്കി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം റേക്കി എന്ന് പറഞ്ഞാൽ ഒരു കോസ്മിക് എനർജിയാണ്. കോസ്മിക് എനർജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചിലപ്പം റേക്കിയുടെ ക്ലാസ്സിലാണെങ്കിലും അല്ലാണ്ടൊക്കെ ചോദിക്കുമ്പോൾ
പ്രാപഞ്ചിക ജീവശക്തി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കൊരു എന്താണ് ഇത് എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഒന്നും പറയണ്ട. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇതൊരു കോസ്മിക് എനർജി. അതായത് നമ്മൾ ഏത് മതത്തിലായാലും ഏത് ജാതിയിലായാലും എവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെല്ലാവരും ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈശ്വരൻ അല്ലെങ്കിൽ ഒരു ഡിവൈൻ പവർ അല്ലെങ്കിൽ ഒരു സുപ്രീം പവർ നമ്മളെല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാവരെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. ഒരു സുപ്രീം പവർ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ സുപ്രീം പവർ തന്നെയാണ് റേക്കി. ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളോട് പറയും, നിങ്ങൾ റേക്കി എടുക്കുന്നതിന് മുന്നേയും നമ്മൾ റേക്കി ഉണ്ട്. അത് റേക്കി പഠിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ റേക്കി ഉണ്ട്. റേക്കി എന്ന ഒരു ജാപ്പാനീസ് വേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത്. അതിനൊരു കോസ്മിക് എനർജി ആയിട്ട് കണ്ടാൽ മതി. അതായത് നമ്മുടെ ഉള്ളിൽ എല്ലാവരിലും ഒരു ഹീലിംഗ് പവർ ഉണ്ട്. ഇപ്പം നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോകുന്നു, പലരും പറയും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട്. ഇതേ ആൾക്കാർ ജീവിക്കുന്നില്ലേ? അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് പവർ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്ന സമയത്ത് ഒന്ന് വീണ് പൊട്ടുന്നു, ഒരു മുറിവ് വരുന്നു, അവൻ ആ സമയത്ത് ആ കളിയെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഓടി വന്ന്, നമുക്ക് മുതിർന്നവർക്കാണ് കുറച്ചുകൂടി പാമ്പറിങ് ആവശ്യമായിട്ടുള്ളത്, കുട്ടികൾ അവരുടെ കളിയായിട്ട് മുന്നോട്ട് പോകും. അത് ഹീലാവുന്നില്ലേ? അതായത് എല്ലാവരുടെയും ഉള്ളില് ഒരു മുറിവ് ഉണങ്ങാനാണെങ്കിൽ, അതായത് ഫിസിക്കലി മെന്റലി ഇമോഷണലി നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഒരു കോസ്മിക് എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു ഡിവൈൻ എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. തീർച്ചയായും അങ്ങ് പറഞ്ഞ സമയത്താണ് നമ്മുടെ ഹോമിയോപ്പതിയിലും അതുപോലെ ആയുർവേദം പോലുള്ള ആൾട്ടർനേറ്റീവ് വൈദ്യശാസ്ത്രങ്ങളിൽ പറയുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള പ്രാണൻ അല്ലെങ്കിൽ ജീവശക്തി നമ്മുടെ അസുഖങ്ങളെല്ലാം മാറ്റാൻ പര്യാപ്തമാണെന്നും നമ്മൾ അതിന് സമയം കൊടുക്കാത്തത് കൊണ്ടും ശരീരം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ ചീത്തയാക്കി അതിന്റെ പ്രതികരണം നമുക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടുമാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തതെന്നാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എത്രയോ അസുഖങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും അസുഖം പുറത്തേക്ക് വന്നാൽ മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. ഇപ്പം എത്രയോ ആളുകളെ പട്ടി കടിക്കുന്നു, പട്ടി കടിച്ചിട്ട് ഇഞ്ചക്ഷൻ പോലും എടുക്കാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അതൊരിക്കലും ശരിയാണെന്നല്ല, അവരുടെ അജ്ഞത കൊണ്ട് എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് മേ ബി റാബീസ് വന്നാൽ അവർക്ക് വരാറില്ല, അല്ലെങ്കിൽ എത്രയോ ആളുകൾക്ക് മറ്റു പല ഇൻഫെക്ഷനുകളും വരാറില്ല. ഇപ്പോ നമ്മുടെ എന്താണ് ഈ തലയിലെ മെനിഞ്ചൈറ്റിസ് ഒക്കെ വരുന്ന പുതിയ പുതിയ അസുഖങ്ങളുണ്ട്. ഈ കുളത്തിലെ വെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ അമീബയുടെ പ്രശ്നങ്ങൾ എത്രയോ, ആ കുളത്തിൽ കുളിച്ച 10-15 പേർക്ക് അമീബയുടെ പ്രശ്നം വരുമ്പോൾ ബാക്കി 20 പേർക്ക് വരുന്നില്ല. അപ്പൊ അത് അവരുടെ ഒരു പ്രതിരോധ ശേഷിയുമായി ഹീലിംഗ് പവറും തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഒരു പ്രപഞ്ച ശക്തിയെ നമ്മുടെ ആ ഹീലിംഗ് പവറിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, അതിനെ നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മുടെ അസുഖങ്ങൾ ഹീലാവുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഇപ്പൊ ക്യാൻസർ പോലുള്ള, അല്ലെങ്കിൽ ഷുഗർ വന്നിട്ട് കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള, ലിവർ സിറോസിസ് പോലുള്ള. ലിവർ സിറോസിസിനൊന്നും ആധുനിക വൈദ്യശാസ്ത്രങ്ങളിൽ പോലും മരുന്നുകളില്ല, അത് മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരം അസുഖങ്ങളെ നമുക്ക് റേക്കി കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് റേക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ വരുന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു ന്യൂസ് ഉണ്ട്. അതായത് പാർക്കിൻസൺസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റിലായി പോയ ഒരു പുരുഷനാണ്. ഇച്ചിരി ഏജ് ഉണ്ട് ആൾക്ക്, മോർ ദാൻ 70 എങ്ങാനുണ്ട്. ആൾക്ക് റേക്കി കൊടുത്തിട്ട് 100% അയാൾ റിക്കവർ ആയി വന്നിട്ടുണ്ട്. 100% റിക്കവറി. 100%. അതായത് മൊത്തം ചലനം അറ്റു പോയിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടേ ഇരിക്കും, അറിയാലോ പാർക്കിൻസൺസ് വന്നു കഴിഞ്ഞാൽ. ആ ഷിവറിംഗ് ഒക്കെ കംപ്ലീറ്റ് നിന്നു. 100% ഇവർ ഓക്കെ ആയിട്ടുണ്ട്. അത് മാത്രമല്ല, ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൽ മെജോറിറ്റി ഡോക്ടേഴ്സാണ്. ഏത് ആധുനിക വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഡോക്ടേഴ്സാണ്? MBBS പഠിച്ച ആൾക്കാരുണ്ട്, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ അക്യുപങ്ചറിസ്റ്റ് ഉണ്ട്, പിന്നെ ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് അവർ എൻ്റെ അടുത്ത് വരുന്നു? ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഈവൻ എൻ്റെ ക്ലയൻസ് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. കാരണം അവർക്കതിൽ വിശ്വാസമുണ്ട്. അവര് ഈവൻ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും നമ്മൾ പറയും ഡോക്ടർ ദൈവമാണ്, ഡോക്ടറാണ് എന്നെ രക്ഷിച്ചെന്ന് പറയുമ്പോൾ കുറച്ചൊരു ഈശ്വര വിശ്വാസമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പറയും അത് ഞാനല്ല, അതാ മുകളിലുള്ള ആള് തീരുമാനിച്ചോണ്ട് ഞാനൊരു നിമിത്തമായിരുന്നു. അത് സത്യമാണ് എല്ലാ കാര്യത്തിലും. ഈ പറയുന്ന റേക്കിയിലാണെങ്കിലും നമ്മളൊരു ചാനൽ മാത്രമാണ്. അവിടെ ആ ഒരു കോസ്മിക് എനർജി തന്നെയാണ് നമ്മളിലൂടെ വന്ന് അവരിലേക്ക് എത്തുന്നത്. അവിടെ ഒരു ഡോക്ടർ ആണെങ്കിൽ ഇവിടെ ഒരു ഹീലറാണ്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു, അതായത് ഒന്ന് എനർജി വെച്ചിട്ട്, മറ്റൊന്ന് മരുന്നാണ്, ഇഞ്ചക്ഷനും കീറി മുറിക്കലും ഒക്കെ ഉണ്ട്, സർജറി ഒക്കെ ഉണ്ട്. പക്ഷെ
ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്ക് റേക്കിയിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ആദ്യം അസുഖത്തെ കേന്ദ്രീകരിച്ച് പോകാന്ന് വിചാരിക്കുന്നത്, രോഗങ്ങളെ കേന്ദ്രീകരിച്ച്. അപ്പം അതുകൊണ്ടാണ് ഈ രോഗങ്ങൾ വരുന്ന സമയത്ത് ഒരാൾ മാഡത്തെ വിളിക്കുകയാണ്, ഇപ്പം ഇങ്ങനൊരു ഹീലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവരുടെ അസുഖങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവർക്ക് ഈ ഹീലിംഗ് സെഷൻ കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നു 7 days എങ്ങാനാണ് ഹീലിംഗ് സെഷൻ തോന്നുന്നു അല്ലെ? മാക്സിമം നമ്മൾ 21 days ആണ് പറയാ. പക്ഷെ ഞാൻ ആദ്യം തന്നെ 21 എന്ന് പറയില്ല, കാരണം ചിലർക്ക് 21 days വേണ്ടി വരില്ല. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ 21 എന്ന് പറഞ്ഞാൽ അവരെ പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു 7 days, അതും ചിലതിനും ഞാൻ 7 days പറയാറില്ല. ഫോർ എക്സാമ്പിൾ, ചില ആൾ ഈ പീരീഡ്സ് ആയിട്ട് സിവിയർ ബ്ലീഡിങ് ആയിട്ട്, അത് ബ്ലീഡിങ് നിൽക്കാണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. റേക്കിൽ നമുക്ക് പെട്ടെന്ന് ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്കൊന്നും 7 ദിവസം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല, ഒരു 3 to 5 days ഇനഫാണ്. അപ്പൊ അത്തരം കേസ് ഞാൻ ആദ്യം എന്താണ് ഇഷ്യൂ എന്നുള്ളത് കൃത്യമായിട്ട് കേൾക്കും. ഇത് എത്ര നാളായി, എന്തുകൊണ്ട് വന്നു. ചില ആളുകൾ നമ്മളടുത്ത് വരിക ഏറ്റവും വേസ്റ്റ് കണ്ടീഷനില്ല, ഇവര് ഡോക്ടറെ കാണിക്കില്ല. മുഴയൊക്കെ വന്ന് 10 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ഒക്കെ മുഴ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത്രയും കേസ് ആകുന്നതിന് മുന്നേ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എപ്പോഴും ഒന്ന് അനലൈസ് ചെയ്യണം. ആരായാലും, ഈ പറയുന്ന ഞാനാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. ചെറിയ ചെറിയ ലിറ്റിൽ ബിറ്റ് ചേഞ്ചസ് വന്നു തുടങ്ങുമ്പോൾ എന്തുകൊണ്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്താൽ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ചില ആൾ വളരെ സങ്കടത്തോടെ പറയുന്നത് കേട്ടത്, മൊത്തം ടെസ്റ്റ് ചെയ്തു ഒന്നുമില്ല, 1000 പോയി കിട്ടിയത്. അപ്പൊ ഇവർക്ക് വേണോ അസുഖം വേണോ? ഞാൻ ചിലപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അസുഖം വേണോ? അങ്ങനെയല്ല, വെറുതെ ആയിക്കോട്ടെ. അത് വെറുതെ അല്ല, നമ്മൾ ശരിക്കും ബുദ്ധി വെച്ച് ചിന്തിച്ചു നോക്കൂ, എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതല്ലാണ്. ഇപ്പൊ ചില ആൾ എൻ്റെ അടുത്ത് പറയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 സെന്റിമീറ്റർ വലിപ്പമുള്ള മുഴ യൂട്രസിൽ അത്രയും വലിയ മുഴയായി, ഇതൊരു ദിവസം കൊണ്ട് ഉണ്ടാവണമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പീരീഡ്സ് ആവുന്ന കാലം തൊട്ടേ ഒന്നുകിൽ ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവും, അതുപോലെ ഈ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് ഈ ക്ലോട്ടിങ് ഭയങ്കരമായിട്ട് വരും, സിവിയർ പെയിന്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം ഇതിങ്ങനെയാണ് എന്ന് വെച്ച് ഇവര് സഹിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളെടുത്ത് വരിക 45-ാമത്തെ വയസ്സിൽ, അതായത് മെനോപോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആ ഘട്ടത്തിലാണ് ഇവർ വരുന്നത്. അപ്പോഴേക്ക് ഇവര് ഏറ്റവും വേസ്റ്റ് കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇതിനോടനുബന്ധിച്ച് ഒരുപാട് സിവിയർ ആയിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് വരും അല്ലെ ഈ ഇത് വരുമ്പോ? അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഒരു തുടർച്ച എന്നോണം, അപ്പം അങ്ങേ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, ഒരു അസുഖം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അവരോട് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ആളുകൾ ചോദിക്കുന്നു, ഇപ്പം റേക്കി ഹീലിംഗ് കൊണ്ട് അസുഖങ്ങളൊക്കെ മാറുമോ, അല്ലെങ്കിൽ അതുകൊണ്ടാണെന്നാണ്, എന്താണ് തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. പക്ഷെ അവരെ നമുക്ക് മാറ്റി നിർത്താം. ഈ അസുഖം കൊണ്ട് ഒരു പരമാവധി വഴികളൊക്കെ നോക്കിയതിന് ശേഷം ആയിരിക്കും മിക്കവാറും ആളുകൾ റേക്കി പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. കാരണം അതിന്റെ അജ്ഞത, നമ്മൾ ആദ്യം തന്നെ ചെയ്താൽ എന്താണെന്നുള്ള അറിയില്ലല്ലോ. പക്ഷെ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. എങ്കിൽ പോലും അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം അനുഭവിക്കാൻ പറ്റുമോ? സെൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റും? അത് ബോഡിയിൽ ചെറിയൊരു വൈബ്രേഷൻ, ചെറിയൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഞാൻ ഇവിടുന്ന് ഹീൽ ചെയ്യുന്ന സമയത്ത് രസകരമായ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാട്ടോ. അതായത് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ബോഡിയിൽ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ പിന്നുകൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്യില്ലേ, അതുപോലെ തോന്നും. നമുക്ക് തരിപ്പ് വരില്ലേ, അതുപോലെ ആ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ നമുക്ക് തോന്നും. ചില ആൾക്ക് ഹീറ്റ് ആയിരിക്കും, ചില ആൾക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അതായത് ആ എനർജി, ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാര്, അതുപോലെ ചില ആളുകളുടെ ബോഡിക്ക് തന്നെ സെൻസിങ് പവർ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ശരിക്കും ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ ഇറങ്ങി വരുന്നത് അവർക്ക് മനസ്സിലാവും. ഡീപ് സ്ലീപ്പിലോട്ട് പോകും. 99% ആൾക്കാരും ഉറങ്ങിപ്പോകും റേക്ക് ചെയ്യുന്ന സമയത്ത്. നമുക്കൊന്നൊരു സൂത്തണിങ് ഫീൽ ആണ് റേക്ക് ചെയ്യുമ്പോൾ. അത് ഈവൻ ഡിസ്റ്റൻസ് ആണ്. എന്റെ എല്ലാ ഹീലിംഗും ഡിസ്റ്റൻസാ. കാരണം എന്റെ ക്ലയൻസ് ലോകമെമ്പാടും ഇങ്ങനെ വിതറി കിടക്കണ പോലെയാ, എല്ലാവരുടെയും ക്ലയൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ സമയത്തിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പം ഇന്ത്യൻ ടൈം ഇപ്പൊ ഉച്ച സമയമാണെങ്കിൽ ലണ്ടനിലോ അല്ലെങ്കിൽ US-ലോ ചിലപ്പോൾ രാത്രിയോ മറ്റു സമയങ്ങളിലോ ആയിരിക്കും. നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്തു കൊടുക്കാൻ പറ്റും. പ്രോഗ്രാം ചെയ്യാം. അതായത് അവർക്ക് ഒന്നുകിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് രാവിലെ 8 മണിക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു നല്ല ഹീലറിന് റേക്കി പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക്, അതായത് ഞാൻ ഇവിടുന്ന് ഉച്ചക്കായിരിക്കും ചെയ്യുന്നുണ്ടാകാം, ആൾക്ക് കിട്ടുന്നുണ്ടാകാം നാളെ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയോ എപ്പോഴത്തേക്കാണോ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്തു വെച്ചു.
ആ ആൾ അവിടെ കിടക്കുന്ന സമയത്ത് ആ സമയത്ത് ആ എനർജി സെൻസ് ചെയ്യാൻ പറ്റും. അല്ല, അങ്ങനെ ഒരു എനർജിയെ നമുക്ക് അങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുമോ? പറ്റും. പറ്റും. അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? ഓ 100%. അവർക്ക് സെൻസ് ചെയ്യും ആ സമയത്ത്. സെൻസ് ചെയ്യും. അതായത് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആണെങ്കിൽ പിറ്റേ ദിവസം, അല്ലെങ്കിൽ രാത്രി ആണെങ്കിൽ രാത്രി അവരത് അതിന് വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ രോഗവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 1-2 കേസുകൾ പറയാൻ പറ്റും? ക്യാൻസറുമായിട്ട് വന്നൊരു അച്ഛനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 65-70 ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഉള്ളിലാണ് ഏജ് വരുന്നത്. പക്ഷെ അച്ഛനെ അറിയില്ല അച്ഛന് ക്യാൻസർ ആണെന്ന്. അതായത് 65-70 ഇൻ ബിറ്റ്വീൻ 65-70 ഉള്ളിൽ ഉണ്ട്. ആൾക്കറിയില്ല ആൾക്ക് ക്യാൻസർ ആണ്. ആളുടെ മക്കളാണ് എന്നെ വിളിച്ച്, മകളും മകളുടെ ഭർത്താവൊക്കെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അച്ഛൻ വേദന അറിയാണ്ട് മരിച്ചോട്ടെ. അതായത് ഇത്രയും വയസ്സിൽ അച്ഛൻ ജീവിച്ചു, നല്ല സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അവർക്ക്. പക്ഷെ അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ല. ക്യാൻസർ ആണെന്ന് അറിഞ്ഞാല് അച്ഛൻ മാനസികമായിട്ട് തകരും. അപ്പം വേദന ഇല്ലാണ്ട് അച്ഛൻ മരിച്ചു. അപ്പം ഞാൻ മരിക്കുക എന്നുള്ളത് മാറ്റി വെക്കൂ. ഏത് സ്റ്റേജാന്ന് നോക്കുമ്പോൾ സെക്കൻഡ് സ്റ്റേജേ എത്തിയിട്ടുള്ളൂ. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ എത്തിയാൽ നമുക്ക് അത്യാവശ്യം ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആൾക്ക് ത്രോട്ടിന് നന്നായിട്ട് ഈ അത്യാവശ്യം നല്ലോണം ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഹീൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവർക്കൊന്നും ഈ കഴിക്കാൻ പറ്റില്ല, ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. ഭക്ഷണം അകത്തേക്ക് ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഫ്ലൂയിഡ് ഐറ്റംസ് മാത്രമേ ഇവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ദോശയും ചോറും ഒക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അച്ഛൻ എപ്പോഴും ചോദിക്കും അത്രേ, എന്തിനാണ് ഇത് എന്നെ ഇങ്ങനെ, പുള്ളിക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, എന്റെ ത്രോട്ടിൽ എന്താ പ്രശ്നം, ഇവിടെ എന്താ? അപ്പം അവര് പറയുന്നത് അച്ഛൻ അത് ഈ കുഴൽ അങ്ങ് ചുരുങ്ങിപ്പോയി. ഇങ്ങനെ പല പല കള്ളങ്ങളും പറഞ്ഞാൽ ഇവർ പിടിച്ചു നിർത്തിയത്. അപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു 14 days കണ്ടാണ് ഞാൻ ഹീൽ ചെയ്തത്. ആളുടെ ആ ബ്ലോക്ക് കംപ്ലീറ്റ് ഹീൽ. അതായത് ഉള്ളിൽ അത്യാവശ്യം നല്ല പഴുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ സിവിയർ ആയ പിന്നെ ഇവിടെ കട്ട് ചെയ്ത് ഹോൾ ഇടേണ്ട അവസ്ഥയിലോട്ട് എത്തി. അപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം നമുക്ക് എത്ര വലിയ ഇൻഫെക്ഷനെയും റേക്കിലൂടെ മാറ്റാൻ പറ്റും. അങ്ങനെ ഹീൽ ചെയ്ത് കംപ്ലീറ്റ് അത് മാറി. ആള് എനിക്ക് തോന്നുന്നു ഒരു 3 to 4 days ആകുമ്പോഴേക്കും ആള് ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതായത് സ്വയമേ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഭക്ഷണം ഇറക്കാൻ പറ്റി, കഴിക്കാൻ പറ്റി. കഞ്ഞിയായിട്ടൊന്നും അടിച്ചു കൊടുക്കാതെ ദോശ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇന്ന് ദോശ കഴിച്ചു. അത് ഭയങ്കര സങ്കടത്തോടെ അല്ല, സന്തോഷത്തോടെ കരഞ്ഞ് നമ്മളെ വിളിക്കുമല്ലോ. ഇന്ന് കഴിച്ചു തുടങ്ങി മാം, നമുക്ക് ഭയങ്കര സന്തോഷം. അച്ഛൻ ഭക്ഷണം, കാരണം പുള്ളിക്കാരന് കഴിക്കാൻ ഇഷ്ടമുള്ള ആളാ, നല്ല ഫുഡി ആയിട്ടുള്ള ആൾക്ക് ഇങ്ങനൊരു അസുഖം വരിക, അതോ നല്ല സ്നേഹമുള്ള ഒരു അച്ഛൻ, മക്കൾക്കൊക്കെ ഭയങ്കര പ്രിയം. അതുകൊണ്ട് ഇവർക്കിത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, പുള്ളി കഴിക്കാണ്ട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥ. നന്നായിട്ട് ഹീലായി പോയി. സ്റ്റിൽ ഇപ്പോഴും ആള് ജീവനോടെ ഉണ്ട്. ഉണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തിയ ഹോൾ ഇടണമെന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ നിന്ന് ഇത്രയും മാറ്റം വരുന്നു എന്ന് പറയും. ഇപ്പൊ എല്ലാത്തിനും എതിർക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത്തരത്തിലുള്ള ആളുകളല്ല, മറിച്ച് പ്രതീക്ഷകൾ കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇപ്പോൾ എന്താണ് ആവശ്യം? അവരുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ, അവരുടെ പ്രിയപ്പെട്ടവരുടെ ഹെൽത്ത് ഒക്കെയാണ് ആവശ്യം. അല്ലാതെ അവർ ഈ പറയുന്ന എന്താണ് നിങ്ങൾക്കതിന് തെളിവുണ്ടോ ഇതുണ്ടോ എന്നും ചോദിക്കുന്ന ആളുകളല്ല. അവർക്കതിന്റെ ക്യൂറബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അതാണ് ആവശ്യം. അങ്ങനെ ആ സൊല്യൂഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി. അപ്പം നമ്മൾ ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പം ഈ ഫാറ്റി ലിവർ പോലുള്ള, അല്ലെങ്കിൽ ലിവർ സിറോസിസ് പോലുള്ള, അല്ലെങ്കിൽ എന്താണ് ഈ നമ്മുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ പലതരത്തിലുള്ള ഗട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം ഹീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു കേസ് ഒരു പെൺകുട്ടിക്ക് വന്നിട്ടുണ്ട്. UK ഒരു പെൺകുട്ടിയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഈ കുട്ടി എന്നെ കണക്ട് ചെയ്യുന്നത്. ആൾക്ക് എന്നെ അറിയേയില്ല, ഞാൻ എന്താ ചെയ്യുന്നത് പോലും പുള്ളിക്കാരത്തിക്ക് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. UK നിന്നാണോ വിളിച്ചത്? UK ഒരു മലയാളി പെൺകുട്ടിയാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവർ വിളിക്കുന്നത്. അവരുടെ ഇഷ്യൂ എന്താ വെച്ചാൽ ഇവർ ഫുൾ ടൈം ഈ ചിപ്സ് ഐറ്റംസ് ഇല്ലേ, അതിന് ഭയങ്കര ക്രേവിങ്സാ ആൾക്ക്. ഇത് ഓവറായിട്ട് കഴിക്കും. വിശക്കുമ്പോഴൊക്കെ നമ്മുടെ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഈ മിക്സ്ചർ, ചിപ്സ് ഇതിങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുക. വയറ് നന്നായിട്ട് പ്രശ്നമായി പുള്ളിക്കാരത്തിക്ക്. പിന്നെ അസിഡിക് പ്രോബ്ലംസും വയറ്റിൽ അൾസറൊക്കെ വരാൻ തുടങ്ങിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. അലോപ്പതിയിലാണ് കാണിച്ചത്. ഞാൻ അലോപ്പതി കുറ്റം പറയല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോന്ന് വന്നു ചേരണമെന്നുണ്ടല്ലോ. ഈ ടാബ്ലറ്റ് കഴിച്ചതിന്റെ നെക്സ്റ്റ് ഡേ ആള് ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അപ്പൊ എന്തോ മെഡിസിനും പറ്റിയിട്ടില്ല, ഓൾറെഡി വയറ് നന്നായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. കൊടുത്തു. പിന്നെ
ആ ആന്റിബയോട്ടിക് കഴിച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ ബ്ലഡ് വൊമിറ്റ് ചെയ്തു. ബ്ലഡ് വൊമിറ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഈ പറയുന്ന ഫ്രണ്ടിനെ പുള്ളിക്കാരത്തി കോണ്ടാക്ട് ചെയ്തിട്ട് പറയുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ട്. അവർ നാട്ടിലാണ്, നേഴ്സാണ്. അപ്പൊ അവള് എന്നെ നന്നായിട്ട് അറിയാൻ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ടാബ്ലറ്റാ കഴിച്ചതെന്ന് നമുക്ക് അറിയില്ല, ഇനി വേറെ എന്തെങ്കിലും ആള് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വേറെ ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ ഭക്ഷണം വളരെ അബദ്ധമാണ്, ഇങ്ങനത്തെ ഒക്കെയാണ് ആള് കഴിക്കുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇതൊക്കെ നിർത്താനൊക്കെ പറഞ്ഞു. ഈ ഗുളിക കഴിക്കുന്നതിനനുസരിച്ച് ഈ കുട്ടി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം ബ്ലഡാ. അപ്പൊ ഇവര് ഹോസ്പിറ്റൽ പോകുന്ന സമയത്ത് അവിടെയൊക്കെ എന്ന് വെച്ചാല് അങ്ങേയറ്റം സിവിയറായി, ഇപ്പം തട്ടിപ്പോന്നുള്ള നിലയിൽ മാത്രമേ അവർ അഡ്മിറ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് അവരെന്തെങ്കിലും ഒരു ലിറ്റിൽ ബിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് വിടും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടീനോട് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറയുമ്പോ നമുക്ക് വായിന്ന് ചോര വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. 5 ദിവസം ഞാൻ ഹീലിംഗ് കൊടുത്തിട്ടുള്ളൂ. ആ ബ്ലീഡിങ്, അതായത് ആ വൊമിറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് നിന്നോന്ന് മാത്രമല്ല, വയറ് കംപ്ലീറ്റ് ഹീലായി. 5 ദിവസത്തെ ഹീലിംഗ് ചെയ്യേണ്ടി വന്നു. 5 ദിവസം കൊണ്ട് ഹീലായി. ഈ ഇൻഫെക്ഷൻസ് വേഗം പോകും റേക്കിയില്. എൻ്റെ എക്സ്പീരിയൻസ് ആണേ. എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഒരുപാട് ഈ ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻസ്, വയറ്റിലുണ്ടാകുന്ന അൾസർ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും റേക്കിയില്. ഇൻഫെക്ഷൻസ്, ബ്ലഡിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അതുപോലെ ബ്ലഡിന്റെ കൗണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്. ചിലർക്ക് WBC ഓവർ ആയിരിക്കും. ചില നിരന്തരമായിട്ട് തന്നെ ഒരു ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് വിളിക്കാറുണ്ട്. ആൾക്ക് പ്ലേറ്റ്ലെറ്റ്സ് ഇംബാലൻസ്ഡ് ആണ്. ഇവർ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ അത് അങ്ങേയറ്റം താഴ്ന്നു പോകും, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് വരുന്നു. അപ്പൊ നമുക്ക് റേക്കി കൊടുത്തിട്ട് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ടിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. പ്ലേറ്റ്ലെറ്റ്സിന്റെ മാത്രമല്ല, WBC ആണെങ്കിലും RBC ആണെങ്കിലും ഒക്കെ നമുക്ക് ബ്ലഡിന്റെ കൗണ്ടിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അല്ല, ഈ ബ്ലഡ് ക്യാൻസർ രോഗികൾക്ക് പ്രധാനമായിട്ടും ഈ രക്തത്തിലെ ഭയങ്കരമായിട്ട് ചേഞ്ചിങ് ഉണ്ടാവും. അത് ഒരു കൺട്രോൾ നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഭയങ്കരമായി വിജയിച്ചു. അവരുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആരോഗ്യത്തെയാണ് അത് സൂചിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയ കാര്യമാണ്. നമുക്ക് ഈ രോഗങ്ങളിൽ നിന്ന് മറ്റു മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഹെൽത്ത് ആൻഡ് വെൽത്ത് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ വെൽത്തിനെ സംബന്ധിച്ച് അവന്റെ സമ്പത്ത്, സമൃദ്ധി, ധനം, അത്തരത്തിലുള്ള കാര്യങ്ങൾ, ജോലി, റിലേഷൻഷിപ്പുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ഈ എനർജി കൊണ്ട് ഏതൊക്കെ തരത്തിൽ ഒരു മനുഷ്യന് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ എല്ലാത്തിലും ഞാൻ കൈവച്ചിട്ടുമുണ്ട്. അതായത് ജോലിയാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും. ഈവൻ US എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. പുള്ളിക്കാരത്തിക്ക് ചെന്നൈയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. 18 വർഷമായി അവരത് വിൽക്കാൻ നിൽക്കണു. ഒരൊറ്റ ഒരാഴ്ചത്തെ മണിയിലേക്ക് ഹീലിംഗിൽ സംഭവം പറ്റുപോയിട്ടുണ്ട്. അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ. അതായത് ചെന്നൈയിലുള്ള എന്റെ സ്റ്റുഡന്റ് US ഓക്കെ, ആൾക്ക് ചെന്നൈയിൽ ഫ്ലാറ്റ് ഉണ്ട്. അവർക്ക് അത് വിറ്റ് പോകണം. കാരണം ഇവർ അവിടെ തന്നെ സെറ്റിൽഡ് ആയ ആൾക്കാരാ. 18 വർഷമായി ഇവരിത് വിൽക്കാൻ നോക്കണം. 18 വർഷമായിട്ട് ഈ ഫ്ലാറ്റ് വിൽക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓക്കെ. ഒരാഴ്ചത്തെ ഹീലിംഗിൽ ഫ്ലാറ്റ് വിറ്റുപോയി. 18 വർഷമായിട്ട് വിൽക്കാത്ത ഫ്ലാറ്റ് ഒരാഴ്ച കൊണ്ട് വിറ്റുപോയി. പക്ഷെ ഇത് ഞാൻ പറയുമ്പോ എല്ലാരും പേരിക്കും ഞാനെന്തോ മാർക്കറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തോ ഒരു തള്ളിവിടുകയാണെന്നൊക്കെ തോന്നും. പക്ഷെ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ അറിയോ? നമുക്ക് ഏത് കാര്യത്തെയാണെങ്കിലും, അതായത് സ്വത്ത് വകകളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം അനുഭവിക്കാൻ യോഗവും കാലവും ഉണ്ട്, ഇല്ലേ? ഇല്ലേ? അതിനൊരു ബ്ലോക്ക് ഉണ്ടാവും ഇവർക്ക്, ആർക്കാണെങ്കിലും. ശരിയാണ്. ആ ബ്ലോക്കിനെയാണ് നമ്മൾ എടുത്തു കളയുന്നത്. ഓക്കെ, ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനൊരു മട കെട്ടി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് വെള്ളം പോവില്ല. മട ഒഴിച്ച വെള്ളം അങ്ങ് പോവും. അതേപോലെ ആ ബ്ലോക്കിനെ എടുത്തങ്ങ് മാറ്റി, സിമ്പിൾ ആയിട്ട് പറഞ്ഞ. തീർച്ചയായിട്ടും.